താമരശ്ശേരി ചുങ്കത്തെ മത്സ്യമാർക്കറ്റിൽ കഴിഞ്ഞ 2 ദിവസമായി അക്രമം നടത്തിയ സംഘത്തെ തിരിച്ചറിഞ്ഞു. CCTVയിൽ പതിഞ്ഞ 5 പേരും പ്രദേശത്തെ കൊട്ടേഷൻ സംഘങ്ങളാണ്. ശനിയാഴ്ച രാത്രിയുണ്ടായ സംഘർഷത്തിൽപ്പെട്ടവരെ പോലീസ് ദുർബല വകുപ്പുകൾ ചേർത്ത് വിട്ടയച്ചതാണ് തുടർച്ചയായി സംഘർഷമുണ്ടാകാൻ കാരണമെന്ന ആരോപണവുമുണ്ട്. താമരശ്ശേരിയിലെ മത്സ്യമാർക്കറ്റ് നടത്തിപ്പുകാരനായ ഷബീറും സ്ഥലമുടമ ലത്തീഫും തമ്മിലുള്ള തർക്കമാണ് തുടർച്ചയായ സംഘർഷങ്ങൾക്ക് കാരണം. ഷബീറിന്റെ ഓഫീസും വാഹനവും തകർത്ത സംഭവത്തിൽ അക്രമം നടത്തിയവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ സാക്കിർ ഹുസൈൻ, അഷ്കർ, പൂവാട്ടുപൊയിൽ ഹമീദ്, KL ഷമീർ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. സ്ഥലമുടമ ലത്തീഫാണ് കൊട്ടേഷൻ സംഘത്തെ അയച്ചതെന്ന് മാർക്കറ്റ് ഉടമ ഷബീർ പരാതിയിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് മാർക്കറ്റിലേക്കുള്ള റോഡിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിടങ്ങു കീറുമ്പോൾ കൊട്ടേഷൻ സംഘം സ്ഥലത്ത് കാവലുണ്ടായിരുന്നു. ഞായറാഴ്ചയുണ്ടായ സംഘർഷത്തിൽ ഷബീറിന്റെ ഓഫീസിലെ ഉപകരണങ്ങളും വാഹനങ്ങളും അടിച്ചു തകർത്തിട്ടുണ്ട്. സംഭവത്തിൽ ഷബീറിന് കീഴിൽ ജോലി ചെയ്യുന്ന 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇവിടെ വന്നപ്പോൾ ലത്തീഫ് കുറച്ച് ഗുണ്ടകളെയും കൂട്ടി വന്ന് ഇവിടെ എൻ്റെ തൊഴിലാളികൾ തല്ലുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്, ഗ്ലാസ് പൊട്ടിച്ചിട്ടുണ്ട്, കസേര മേശയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വന്ന ആൾക്കാർ ഒന്ന് സാക്കിർ, ഒന്ന് ഷമീർ, പറമ്പച്ചോൻ കച്ചവടമൊക്കെ നടക്കുന്ന ബ്രോക്കറൊക്കെ നടക്കുന്ന ഷമീർ, ഒന്ന് സുൽഫി, അമീദ്. ശനിയാഴ്ച രാത്രിയിലും ഇതേ കൊട്ടേഷൻ സംഘം മാർക്കറ്റിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. പോലീസ് എത്തി 2 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഒരാൾ ഇറങ്ങിയോടി. ഇയാളെ പിന്നീട് പിടികൂടിയെങ്കിലും വൈദ്യപരിശോധനയ്ക്ക് വിസമ്മതിച്ച് പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു. 3.5 മണിക്കൂറോളം നേരം പോലീസിനെ മുൾമുനയിൽ നിർത്തിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയെന്ന നിസ്സാര വകുപ്പ് മാത്രമാണ് ചുമത്തിയത്. പ്രതികൾ അന്ന് രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു. ഇവർ സഞ്ചരിച്ച ഗുഡ്സ് ഓട്ടോയിൽ ആയുധങ്ങളുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചിരുന്നുവെങ്കിലും പോലീസ് പരിശോധനയും ഉണ്ടായില്ല. ഇതേ സംഘത്തിൽപ്പെട്ട 5 പേരാണ് പിന്നീട് വീണ്ടും മാർക്കറ്റിൽ സംഘർഷമുണ്ടാക്കിയത്. അക്രമികൾക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കാത്തതാണ് തുടർച്ചയായ സംഘർഷങ്ങൾക്ക് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം.